നമസ്കാരം. മറുനാടും മലനാടും. ചിലർ ആഗ്രഹിക്കുന്നു, മറ്റു ചിലർ അത് നേടിയെടുക്കുന്നു. നേടിയവരെ തേടിയെത്തുന്നു. മറുനാടും മലനാടും. സ്വാഗതം. അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാഷൻ, പ്രത്യേകിച്ച് ഫാഷൻ വസ്ത്രരംഗം. ഒരു വസ്ത്രത്തിൻ്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ വസ്ത്രമാകുന്നു, അത് എങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ വ്യക്തികളിലേക്ക് എത്തപ്പെടുന്നു. കൗതുകകരമായ ഒരു കാഴ്ചയും അറിവുമാണത്. ഷാർജ എയർപോർട്ട് ഫ്രീ സോണിൽ പ്രവർത്തിക്കുന്ന ജുമേറ ഓവർസീസ് എന്ന സ്ഥാപനം വസ്ത്ര വിപണന കയറ്റുമതി രംഗത്ത് വളരെ ശ്രദ്ധേയമായ സ്ഥാപനമാണ്. അതിൻ്റെ എം ഡി ശ്രീധർ സാർ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് എൻ്റെ സ്ഥലം. ഇവിടെ വന്നിട്ട് ഒരു 17-18 കൊല്ലമായി. മെയിനായിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാഷൻ ഇൻഡസ്ട്രിയിലാണ്. ഗാർമെൻറ്റ് മാനുഫാക്ചറിങ്ങും അതേപോലെ ഫാഷൻ ലോജിസ്റ്റിക്സ്, ഇതാണ് നമ്മുടെ മെയിൻ ബിസിനസ്. സെയിൽസ് ഓഫീസും ഹെഡ് ഓഫീസും എന്ന് പറഞ്ഞാൽ ദുബായാണ്. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ലോകത്ത് പല ഭാഗങ്ങളിലും ജോർഡനും ഈജിപ്തിലും ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ദുബായിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. യൂറോപ്പിലും ചൈനയിൽ നിന്ന് സാധനങ്ങൾ റോ മെറ്റീരിയൽസ് വരുത്തി ഇവിടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പോർട്ടും സീ പോർട്ടും എയർപോർട്ടും എഫിഷ്യൻസി ലെവൽ അത്രയും കൂടുതലാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ദുബായിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ ബിസിനസ്സിൽ. ഞങ്ങളുടെ മെയിനായിട്ട് ഒരു 60% ലേഡീസ് ഗാർമെൻറ്റ്സ് ആണ്. ഈ ഷാർജ ഫാക്ടറിയിൽ ഞങ്ങൾ 100% ലേഡീസ് ഫാഷനാണ്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഞങ്ങൾ കൂടുതൽ ചെയ്യണത് കിഡ്സ് വെയറും മെൻസ് വെയറും. ഇവിടെ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നാട്ടിൽ നിന്നാണ് ഒരു 70% സ്കിൽഡ് സ്റ്റാഫ് നാട്ടിൽ നിന്നാണ്. അവർ ബോംബെയിലും ബാംഗ്ലൂരിലും ഒക്കെ ജോലിയായിരുന്നു മുമ്പേ. അവരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഒരു എൻവയോൺമെൻറ്റിൽ അവർ സ്കിൽസിനെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യണത്. 15-16 കൊല്ലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ടെക്നീഷ്യൻസ് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അവർ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു ബിസിനസ് ഇത്രയും വളരാൻ ചാൻസ് കുറവായിരുന്നു. എൻ്റെ ഒരു ഗ്രോത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് നമ്മുടെ ഈ കീ സ്റ്റാഫ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി. നാട്ടിൽ ഈ ഒരു കാറ്റഗറിയിൽ നോർമൽ ഗാർമെൻറ്റ് ബിസിനസ്സിൽ കുറേ ആൾക്കാർ ജോലിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ഫാസ്റ്റ് ഫാഷൻ കാറ്റഗറിയിൽ ആരും ചെയ്യണില്ല. അവിടെ
അപ്പോൾ അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ വ്യത്യാസം. ബയറിന് വന്ന ഡിസൈനാണ്. ഈ ഡിസൈൻ നമുക്ക് പാറ്റേൺ ഉണ്ടാക്കണം, മാനുവൽ പാറ്റേൺസ്. ഈ മാനുവൽ പാറ്റേൺസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പീസ് ഉണ്ടാക്കും. എന്നിട്ട് നമ്മളിത് ബയർക്ക് അയച്ചു കൊടുക്കും. ബയർ ഇത് ഫിറ്റ് ചെയ്തിട്ട് ലൈവ് മോഡലിൽ ഫിറ്റ് ചെയ്ത് അതിനകത്ത് വരുമ്പോൾ മോഡലിൻ്റെ എന്തൊക്കെ ഷേപ്പ് ആ മോഡലിൽ മാറ്റാനുള്ളത്, എന്തൊക്കെ ഫാബ്രിക്ക ചേഞ്ച് ചെയ്യാനുള്ളത്, അതൊക്കെ എല്ലാ കറക്ഷൻസും അവർ തരും. പിന്നീട് കറക്ഷൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു പീസ് കൂടെ അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അതുകൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ഫിറ്റ് അപ്രൂവൽ തരും. ഫിറ്റ് അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രൊഡക്ഷനിലേക്ക് പോവാം. ഇത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് അറിയേണ്ടത് ഇത് എത്ര സൈസ് വേണം, എന്തൊക്കെ സൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗാർമെൻ്റ് ആണെങ്കിൽ ഇത് 10 സൈസാണ്. അപ്പോൾ ബേസിക്കലി യൂറോപ്പിലേക്കുള്ള സൈസ് വരുന്നത് 8, 10, 12, 14, 16. അപ്പോൾ ഇത്രയും പാറ്റേൺസ് നമുക്ക് ഗ്രേഡ് ചെയ്യണം. ആ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്ന ലെക്ട്ര സിസ്റ്റം എന്ന് പറയും. ഇതിനകത്ത് പ്രൂവ്ഡായ മാനുവൽ പാറ്റേൺ നമ്മൾ അതിലേക്ക് ഫീഡ് ചെയ്യണം. അതിൽ ഗ്രേഡ് ചെയ്തിട്ട് സൈസ് എത്ര സൈസാണ് വേണ്ടത് വെച്ചാൽ അതുണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞ് മാർക്കർ ഉണ്ടാക്കണം. മാർക്കർ ഉണ്ടാക്കിയിട്ട് മാർക്കർ നമ്മൾ ഫാക്ടറിയിലേക്ക് ഇഷ്യൂ ചെയ്യും. ഫാക്ടറിയിൽ പിന്നീട് അവർ ലേ വിരിച്ച് ബൾക്കായിട്ടുള്ള കട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് പിന്നീട് സ്വിങ്ങിലേക്ക് പോകും. എല്ലാം കഴിഞ്ഞ് ബട്ടൺ ഹോൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് അതിന് ചെക്കിങ്ങിലേക്ക് പോകും. ചെക്കിങ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഫൈനലായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് കഴിഞ്ഞ് അയലിങ്ങിലേക്ക് പോകും. അയണിങ് എല്ലാം കഴിഞ്ഞ് അവർ പിന്നീട് ഫൈനൽ ചെക്കിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടിയുണ്ട്. അതിൽ അവർ ഫൈനൽ ചെക്ക് ചെയ്യും. ഫൈനൽ ചെക്ക് ചെയ്ത് പിന്നീട് ഹോൾഡിങ്, പാക്കിംഗ്, പോളിബാഗ്, അത് കഴിഞ്ഞിട്ട് മെറ്റൽ ഡിറ്റക്ടർ. മെറ്റൽ ഡിറ്റക്ടർ ത്രൂ പാസ്സായി കഴിഞ്ഞാൽ ആ ഗാർമെൻറ്റ് ഓക്കെ ടു എക്സ്പോർട്ട്, കാർട്ടറിലിട്ട് പാക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യും. ഗാർമെൻറ്റ് ഫാക്ടറി യു എയിൽ ഒരു കാലത്ത് 300-400 ഫാക്ടറീസ് ഉണ്ടായിരുന്നു. 1995 മുതൽ 2005 വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ പേര് ക്ലോസ് ചെയ്തിട്ട് കെന്യയിലും ഈജിപ്തിലും ജോർഡനിലും പോയി. പക്ഷേ കുറേ പേര് ഇവിടെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് മാർക്കറ്റിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസമാക്കി കുറച്ച് ലോക്കൽ മാർക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ യൂറോപ്പിൽ പെട്ടെന്ന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് അത് ഫാസ്റ്റ് ഫാഷൻ എന്ന് പറയും. ഇവിടെ 2 ആഴ്ചയിൽ പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഒരാഴ്ചയിൽ അവിടെ എത്തിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ലേറ്റസ്റ്റ് ഡിസൈൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. ഇന്ത്യയിലും ഏഷ്യയിലും ഒരു പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് യൂറോപ്യൻ സ്റ്റോഴ്സിൽ എത്തില്ല.
അപ്പോൾ ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോജിസ്റ്റിക്സ്, ഇവിടുത്തെ ഫ്ലൈറ്റ്സിൻ്റെ ഫ്രീക്വൻസി അത്രയും കൂടുതലാണ് യൂറോപ്പിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് അഡ്വാൻറ്റേജും ഉണ്ട്. യൂറോപ്യൻ മാനുഫാക്ചേഴ്സാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ഏഷ്യൻ മാനുഫാക്ചേഴ്സിൻ്റെ കോമ്പറ്റീഷനിലില്ല. ഞങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതലും ടർക്കി, യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാർമെൻറ്റ്സാണ് നമ്മൾ ദുബായിൽ ചെയ്യണത്. അപ്പോൾ ദുബായിയുടെ കോസ്റ്റ് അഡ്വാൻറ്റേജ് യൂറോപ്പിന് കമ്പയർ ചെയ്യുമ്പോൾ കുറേ ഉണ്ട്. ഇവിടെ ഏഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പെൻസീവാണ്. പക്ഷേ ഞങ്ങൾ ഏഷ്യൻ പ്രോഡക്റ്റ്സ് അല്ല ചെയ്യണം ഇവിടെ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ കൊച്ചിയോ അതേപോലത്തെ സിറ്റീസിൽ ഇതേപോലെ ബിസിനസ് ചെയ്യാനുള്ളൊരു ഒരു പ്രോസ്പെക്ട്സ് കാണുന്നുണ്ട്. ബിക്കോസ് അവിടെ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ ഫാഷൻ രംഗത്തിൽ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റി ഒരു ബെറ്റർ അവയർനെസ്സും പിന്നെ ആ ഫാഷൻ ട്രെൻഡ് ഇന്ന് നാട്ടിൽ അവർക്ക് വെയറബിൾ ഫാഷനായിട്ട് മാറുകയാണ് യൂറോപ്യൻ ഫാഷൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഐ തിങ്ക് നല്ലൊരു മാർക്കറ്റ് ലോക്കലി നാട്ടിൽ തന്നെ, മുംബൈ, ബോംബെയോ ഡൽഹിയോ ബാംഗ്ലൂരിലോ മാത്രമേ ഇങ്ങനത്തെ ക്ലോത്തിങ് ദാറ്റ് ഈസ് യൂറോപ്യൻ വെസ്റ്റേൺ ക്ലോത്ത്സ് കൂടുതലും ഉപയോഗിക്കുന്നത് അവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ സിറ്റീസിലും നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ പല രാജ്യങ്ങളിലും പല സിറ്റീസിലും നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ആസ്പെക്ട്സ് നോക്കുമ്പോൾ ഐ തിങ്ക് ദർ ഈസ് എ ലോട്ട് ഓഫ് പോസിബിലിറ്റി. എമിറേറ്റ്സ് റോഡ് ഇവിടെ നിന്ന് ഇത് എല്ലാ എമിറേറ്റ്സിനെയും കണക്ട് ചെയ്തതാണ്. ഈ റോഡ് റാസൽ ഖൈമ മുതൽ അബുദാബി വരെ 7 എമിറേറ്റ്സ് ഉണ്ടല്ലോ, അതിനെ കണക്ട് ചെയ്യുന്ന റോഡ്. സ്ട്രാറ്റജി ഈസ് മെയിൻലി ട്രാവൽ. ഹൈ സ്ട്രീറ്റ്സ് യൂറോപ്പിൽ ഇപ്പോൾ എന്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ ഇന്നിപ്പോൾ അറിഞ്ഞിരിക്കണം. ഓർ റാദർ ഒരു 6 മാസം 8 മാസത്തിനകത്ത് എന്ത് ട്രെൻഡ് വരാൻ പോണത് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് ഷോസും അതിൻ്റെ ഫോർകാസ്റ്റ് എക്സിബിഷൻസും യൂറോപ്പിലോ വെസ്റ്റേൺ ഇപ്പോൾ ഈസ്റ്റേൺ രാജ്യങ്ങളിലും ജപ്പാനിലും കൊറിയയിലും ഞാൻ പോകാറുണ്ട്. അവിടെ നിന്നും മനസ്സിലാക്കുന്നത് എന്താണ് ലേറ്റസ്റ്റ് ട്രെൻഡ്, എന്താണ് കൂടുതൽ ഫാബ്രിക്സിന് ഓർ എന്ത് സ്റ്റൈലിനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് റേഞ്ച് ഡെവലപ്മെൻറ്റിന് നമ്മളത് ഇപ്പോൾ നമ്മൾ റേഞ്ച് ഡെവലപ്മെൻറ്റ് ചെയ്യണത് അടുത്ത വിൻ്ററിന് വേണ്ടിയാണ്, 2014 വിൻ്റർ. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വിറ്റ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ സമ്മറിലേക്കാണ് പോണത്. അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ഫോർകാസ്റ്റിംഗ് എക്സിബിഷൻസും അതേപോലെ ഫോർകാസ്റ്റ് ട്രെൻഡൊക്കെ അറിയുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് ട്രാവലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു മാർക്കറ്റാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ മാർക്കറ്റാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റ് കൂടുതലും ഒരു ഇന്ത്യൻ കൺസ്യൂമറിനെ അട്രാക്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഇന്നത്തെ ബൾക്ക് ഓഫ് ദി മാർക്കറ്റ്. ആ ഒരു അതിലൊരു യൂറോപ്യൻ ഫാഷൻ എന്ന് പറയുന്നത് ഒരു പോർഷനേ ഉള്ളൂ. പക്ഷേ ഇന്നും നമ്മുടെ ലോക്കൽ ദാറ്റ് ഈസ് ട്രഡീഷണൽ ഫാഷൻ, ഇന്ത്യൻ ഫാഷൻ, അതാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ. ആ ഒരു മാർക്കറ്റ് ഷെയർ ഡെഫിനറ്റ്ലി ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ വെസ്റ്റേൺ ബ്രാൻഡ്സിൻ്റെ എക്സ്പാൻഷൻ ഇന്ന് മാർക്കറ്റിൽ കാണുന്നുണ്ട്. അവർ എല്ലാ വർഷവും ഒരു ഡബിൾ ഡിജിറ്റ് എക്സ്പാൻഷനിലേക്കാണ് പോണത്. മേ ബി ഒരു 5-6 ഇയേഴ്സ് ഈ ഒരു ട്രെൻഡ് വളരെ ലാർജ് മാർക്കറ്റിലേക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അതിന് ഇപ്പം തന്നെ ഫോറിൻ ബ്രാൻഡ്സ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവർ ഇന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇന്ന് അവർ കുറേ ഫോറിൻ ബ്രാൻഡ്സ് പൈസ ഉണ്ടാക്കുന്നില്ല, അതാണ് സത്യം. പക്ഷേ ഒരു ഫ്യൂച്ചർ പ്രസൻസിലേക്ക് വേണ്ടി ആണ് അവർ ഇന്ന് സ്റ്റോഴ്സ് തുറന്നിരിക്കുന്നത്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ഇവരൊക്കെ എക്സ്പാൻഡ് ചെയ്യും കുറേ.
ബിക്കോസ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അപ്പോൾ അവർ പ്രോഫിറ്റബിലിറ്റിക്ക് എത്തും. വൈഫും ബിസിനസ്സിൽ ആക്റ്റീവാണ്. 3 പെൺകുട്ടികളാണ്. ഒരു കുട്ടി ഇപ്പോൾ ഇന്ത്യയിലാണ് പഠിക്കുന്നത്, നാട്ടിൽ ബാംഗ്ലൂരിൽ. 2 പേര് ഇവിടെ ദുബായിലാണ്. വീണ്ടും നമ്മൾ പൂന്തോട്ട നഗരമായ ബാംഗ്ലൂരിലെ ഒരു കുടുംബത്തിലേക്ക്. നമസ്കാരം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ കോരമംഗല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വീട്ടിലാണ്. ഇവിടെ താമസിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ശ്രീ വില്യം പനക്കൽ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനുമാണ് കൂടെയുള്ളത്. ഒരുപക്ഷെ തൃശ്ശൂർ സ്വദേശിയാണെന്ന് പറയാമെങ്കിലും സാറ് ചെറുപ്പം മുതലേ ഇവിടെ ആയിരുന്നു. ഞങ്ങളുടെ ഷോയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. ഭാരതത്തിൻ്റെ പരമോന്നതമായ ധനകാര്യ സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ വർക്ക് ചെയ്ത ചില അനുഭവങ്ങൾ, അവിടെ എത്തപ്പെട്ടതും, അവിടെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു? ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, കൊച്ചിൻ. പിന്നെ എൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സ് ഇൻസ്പെക്ഷനാണ്. പല ഹെഡ് ഓഫീസുകളിലും ഇൻസ്പെക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നത്തെ അനദർ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഫോറിൻ എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ചും ഞാൻ ഓൾ ഓവർ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ബോംബെയിൽ, പൂനെയിൽ, ചെന്നൈയിൽ, ഇവിടെ കേരളത്തിലുള്ളപ്പോൾ എല്ലായിടത്തും ഇവിടുത്തെ എല്ലാ ബാങ്കിൻ്റെ കോളേജുകളിലും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ NRIs വരുമ്പോൾ അവർക്ക് ക്ലാസ് എടുക്കും ഞാൻ. ഇവിടെ ശരിക്കും ഒരു ഇൻഫർമേഷൻ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്, കറൻസി അടിക്കുന്നത് കൃത്യമായിട്ട് എന്തിലാണെന്ന് പറഞ്ഞ അത് പേപ്പറിലാണ്. പക്ഷേ ഇപ്പോൾ പേപ്പറിലാണ്. അത് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. അല്ല, പക്ഷേ അതിന് ഒരു കൃത്യം പേപ്പർ അല്ല, ഓർഡിനറി പേപ്പർ അല്ല. ആ പേപ്പർ ഇമ്പോർട്ട് ചെയ്തിട്ട് നോട്ട് പ്രിന്റിംഗ് പേപ്പറാണ്. അത് പേപ്പർ എന്ന് പറയുള്ളൂ. വി കോൾ ഇറ്റ് എസ് പേപ്പർ ഓൺലി. അത് പ്രിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കർണാടകയിൽ ഇപ്പോൾ നമുക്കിവിടെ മൈസൂരിലുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ ആവശ്യമുള്ള നോട്ടുകളൊക്കെ അവിടെയാണ് പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ കൽക്കട്ടയിലുണ്ട്, നാഗ്പൂറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ഥലങ്ങളിലാണ് പല സ്ഥലത്താണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോട്ടിൻ്റെ പേപ്പർ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പേപ്പറല്ല. വി ഇമ്പോർട്ട് ഫ്രം ജർമ്മനി ആൻഡ് പല സ്ഥലങ്ങളിൽ നിന്നും. നമ്മുടെ ഇന്ത്യൻ കറൻസി ജർമ്മനിയിൽ പേപ്പർ വന്നാലേ അടിക്കാൻ പറ്റുള്ളൂ? അല്ല, ആ പേപ്പറാണ് ബെറ്റർ ക്വാളിറ്റി. ബട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് 10 കൊല്ലത്തിന് മുമ്പുള്ള കാര്യമാണ്. പ്രോബബിളി ഇപ്പോൾ നമ്മളുടെ ഇവിടെയും പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ പുതിയ ഇതുള്ളത് അവർക്ക് 10 രൂപയുടെയോ 50 രൂപയുടെയോ നോട്ടുകൾ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കണമെന്നുള്ളൊരു ഇതുണ്ട്. അത് സാമ്പിളായിട്ട് ദി ആർ റിലീസിങ് ഇറ്റ് ഇൻ ബോംബെ. ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് റിസർവ് ബാങ്കിൽ തന്നെയാണോ? അല്ല, റിസർവ് ബാങ്കിന് മുമ്പ് ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞിട്ട് റിസർവ് ബാങ്ക്. സാറിൻ്റെ ഫാദറും കുടുംബം, അച്ഛനമ്മമാർ ഇവിടെ ആയിരുന്നുകൊണ്ട് ബാംഗ്ലൂരിലെത്തി, അല്ലാതെ ബാംഗ്ലൂരിലേക്ക് ഒരു ജോലി അന്വേഷിച്ച് വരിക? ഞാൻ 4ാം ക്ലാസ് തൊട്ട് ഇവിടെ ബാംഗ്ലൂരാണ് പഠിച്ചിട്ടുള്ളത്. സത്യത്തിൽ മലയാളി അല്ല, മലയാളിയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ 3 മക്കളും ബാംഗ്ലൂർ ജനിച്ചവരാണ്. ഞാൻ ജനിച്ചില്ല എന്നേ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ആവശ്യം ഉണ്ടായിരുന്നത്, എൻ്റെ 3 മക്കളും ബാംഗ്ലൂർ ജനിച്ച കാരണം മലയാളി ക്രിസ്ത്യാനികളായിരിക്കണം എൻ്റെ മരുമക്കൾ. പക്ഷേ ബാംഗ്ലൂരിന് പുറത്ത്, കേരളത്തിന് പുറത്തുള്ളവരായിരിക്കണം. അത് ദൈവത്തിന്റെ കുറിച്ചതിന് അത് സാധിച്ചു. പല സ്ഥലങ്ങളിൽ നിന്ന് ഒപ്പിച്ചെടുത്തു. മൂത്ത മകന്റെ ഭാര്യ ബോംബെയിലാണ്. ബോംബെ. രണ്ടാമത്തെ മകളുടെ ഭർത്താവ് ബാംഗ്ലൂർ തന്നെ. അവന് ഇവിടെ തന്നെ, സെന്റ് ജോസഫ് അവനും ഇവിടെ തന്നെയാണ്. 3ാമത്തതും ബാംഗ്ലൂരാണ്. അത് അവള് ദേവരൻ ദുബായ്. ഇപ്പോൾ ബാംഗ്ലൂരാണ് അവർ. പേരെന്താ? ജയനോ? ഞങ്ങളുടെ മലയാളത്തിൽ ഒരു നടനുണ്ടായിരുന്നു, മരിച്ചുപോയി. ബാംഗ്ലൂരിലേക്ക് മലയാളികൾ വന്നു തുടങ്ങിയ കാലത്ത് വന്ന ഒരു കുടുംബത്തിലെയാണ് അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എൻ്റെ അമ്മാമ്മ ഫസ്റ്റ് ലേഡിയാന്നറിയാം. അന്ന് ആരും തന്നെ ഇല്ല, ബാംഗ്ലൂർ തന്നെ വളർന്നിട്ടില്ല. ബാംഗ്ലൂർ വളരെ ചെറുതായിരുന്നു. അപ്പോൾ അമ്മാമ്മയും എൻ്റെ ഫാദറും അവർ 4 ബ്രദേഴ്സ് അവർ ഇവിടെ വന്ന് മദ്രാസ് TVS കമ്പനിയിൽ അവരങ്ങനെ ജോലി ചെയ്ത് പിന്നെ ഓരോരോ മലയാളിയായിട്ട് വന്ന് ബാംഗ്ലൂർ വളർന്നത്. അതും പറയാൻ പറ്റാ. എങ്ങനെയുണ്ട് ബാംഗ്ലൂരിലെ ജീവിതം? ബാംഗ്ലൂർ നല്ലത്, കാലാവസ്ഥയും എല്ലാം കൊണ്ടും നല്ലതാണ്. ഇവിടെ വളരെ വല്ലാത്ത ഡസ്റ്റ്, പുറത്തിറങ്ങിയ പൊടി, വളരെ ഇപ്പൊ ഡസ്റ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ. കേരളത്തിൽ ഇത്ര പൊടിയില്ല. പൊടിയില്ല, പക്ഷെ ബാംഗ്ലൂര് കേരളത്തിൽ തന്നെ വേറെ മാതിരിയാണ്. എവിടെ നിൽക്കാലും ഒരേ ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെയല്ല, പല ആൾക്കാർ. പണ്ട് ഇതൊരു ഗാർഡൻ സിറ്റി തന്നെയായിരുന്നു. ഇപ്പൊ ഗാർഡൻ സിറ്റി ആണോ വേസ്റ്റ് സിറ്റി ആണോ? ഇപ്പൊ ഗാർബേജ് സിറ്റി ആയി. ടോണി.
ടോണി എന്താ വർക്ക് ചെയ്യാൻ? ഞാൻ സ്റ്റോക്ക് ബ്രോക്കിങ്ങിലാണ്, ഒരു ഷെയർഖാൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഫാദറിനെ കണ്ടുകൊണ്ടാണോ അങ്ങനെ എക്കണോമിക്സ് അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക്? അങ്ങനെയൊന്നുമല്ല, ഐ ജസ്റ്റ് ജോയിൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദെൻ ഐ കണ്ടിന്യൂഡ് മൈ വർക്ക് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ബുൾ അല്ലേ നിങ്ങളുടെ ഒരു? ബുൾ ആൻഡ് ബെയർ. എവറി ബയർ ഇസ് ഗോട്ട് എ സെല്ലർ. സോ രണ്ടും ഉണ്ട്. ചിലർക്ക് ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ല. സിമ്പിളായിട്ട് അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്താണ്? മേറ്റം എന്ന് പറഞ്ഞാൽ അൺലെസ് യു നോ സ്റ്റോക്ക് മാർക്കറ്റ്സ്, unless you read about it, don't enter it. It's not easy to make money. It's 90% of the people lose money. Only 10% make money. So my sincere advice is simply don't get into stock market. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? 90% ലോസ് എന്ന് പറയുമ്പോൾ അവർക്ക് 90% people lose little money. They don't know. They are just gambling, blindly doing without any information. സാറിന് കുറച്ച് കൗതുകകരമായ സംഭവങ്ങളുടെ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ ഞാൻ കുറേ ട്രാവൽ ചെയ്ത് 3 മക്കളുടെ കളക്ഷനും പോരാതെ കളക്ഷൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് ആ ഓരോ ഇത് പഴയ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ വക ഇതൊക്കെ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണത്. ഇളയ മകൻ അല്പം ഇളയ മകൻ കുറച്ച് ആർട്ടിസ്റ്റാണ്, ഡ്രോയിങ്, പിന്നെ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇൻവോൾവ് ആണ്. ഫോട്ടോഗ്രാഫറുമാണ്. അപ്പോൾ അവൻ്റെ ഫോട്ടോസ് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മാഗസിൻ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, അതിൽ 3-4 ഇഷ്യൂസിൽ അവൻ്റെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. അമേരിക്കയിലെ ട്രെയിനിൽ, ലോക്കൽ ട്രെയിൻസിൽ അതിൻ്റെ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ 1.5-2 കൊല്ലം ഉണ്ടായിരുന്നു. മകള് ഷീസ് ഇൻസിഡൻ്റലി ബാങ്കിലാണ്, അവള് ഒരു മാനേജറാണ്. ഇവർക്ക് രണ്ടുപേർക്കും വരയും ആർട്ടും ഒന്നും ഇല്ലെന്ന് മനസ്സിലായി. കണക്കും ആർട്ടും തമ്മിൽ ചേരില്ലല്ലേ? നമ്മളെ ആർട്ട് ക്രിട്ടിക്കാണ്. നിങ്ങൾ രണ്ടുപേരുടെ ക്രിട്ടിക് ചെയ്യുന്നതനുസരിച്ച് അയാളുടെ വര വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ഓപ്പോസിഷൻ കാരണം അല്ലേ? അതാണെന്ന് തോന്നുന്നു. അവളുടെ ഹസ്ബൻഡ് സീനിയർ വൈസ് പ്രസിഡന്റ് ഇൻ തോംസൺ റോയിറ്റേഴ്സ്. അവർക്കൊരു കുട്ടിയുണ്ട്, 11 വയസ്സുള്ള കുട്ടി. ഇവനൊരു 10 വയസ്സുള്ള കുട്ടി. വർക്ക് ചെയ്യുന്നുണ്ട് റോബർട്ട് ബോഷ്, ബാംഗ്ലൂർ തന്നെ. ഞാൻ കൗതുകരായിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റിസർവ് ബാങ്കിൽ നോട്ട് പ്രിന്റിംഗ് പ്രസ്സിൽ സാർ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടിച്ചിങ്ങനെ വച്ചിരിക്കുന്ന നോട്ട് കണ്ടിട്ടുണ്ടല്ലോ? പിന്നെ കള്ളനോട്ടിൽ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും ISI, അതായത് പാകിസ്ഥാനിൽ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അവരും പേപ്പർ അവർക്ക് പ്രിൻ്റ് ചെയ്യാൻ, നമ്മൾ വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ജർമ്മനിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പേപ്പറിൽ അവർ പ്രിൻ്റ് ചെയ്തിട്ട്, എങ്കിലും അതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഇത് ഒരു വ്യത്യാസമില്ല, ഇത് ഒറിജിനലാണത്. പിന്നെ നമ്മുടെ ലോക്കൽ ആളുകൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ല, അതായത് എന്നെ പോലീസ് ഓഫീസേഴ്സ് കൊണ്ടുപോയിട്ട് വെരിഫൈ ചെയ്യാൻ, ഞാനിവിടെ പോലീസ് ഓഫീസ് നമ്മുടെ ഇതുണ്ടല്ലോ AR ഇൻഫൻ്റ് ഇല്ലേ, AR ഇൻഫൻ്റ് ഇവിടുത്തെ കമ്മീഷണർ പോലീസും IGP ഒക്കെ ആയിരുന്നു. അതായത് അബ്ദുൾ റഹ്മാൻ കുഞ്ഞെന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്ക് പോലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവിടെ. പലപ്പോഴും കൗതുകരമായിട്ട് ചിലപ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു 100-ൻ്റെ അല്ലെങ്കിൽ 1000-ൻ്റെ ഒരു കെട്ട് നോട്ട് എടുത്താൽ എല്ലാം സെയിം ആണ്. പക്ഷേ ആ നോട്ടുകളെ തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു അടയാളം അതിലുണ്ട്. ഓരോ നോട്ടുകൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു അടയാളം അതിലുണ്ട് എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് കറക്റ്റ് നമ്പറാണ് കറക്റ്റ്. നമ്പർ മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം മസ്റ്റ് ബി സെയിം, അല്ലെങ്കിൽ കള്ളനോട്ടാണ്. അതെ. അപ്പോൾ എന്തായാലും കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. റിസർവ് ബാങ്കിനെ കുറിച്ചും മനസ്സിലായി, നോട്ട് എവിടെയാണ് അടിക്കുന്നതെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ അവിടെ പോയി എടുത്താൽ മതി. അപ്പോൾ ഞാൻ പക്ഷേ മറുനാടൻ മലയാളികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ? നിങ്ങളെല്ലാം മലയാളം സംസാരിക്കുന്നു, ആൻറ്റി മാത്രം മലയാളത്തിനോട് ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ മോൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പറയുന്ന ഒരു വാക്ക് കൃത്യമായിട്ട് പറയണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ശരീരം എന്നുള്ള ബോഡി എന്നുള്ളതിന് ഉടല് എന്നൊരു വാക്ക് മലയാളത്തിലുണ്ട്. ഉടലോട് ഉടലിടഞ്ഞു എന്ന് തെറ്റില്ലാതെ 2-3 പ്രാവശ്യം പറയാൻ പറ്റും. ഉടലോട് ഉടലിടഞ്ഞു, ഉടലോട് ഉടൽ ഇടിഞ്ഞു, ഇടിഞ്ഞില്ല, ഉടലോട് ഉടലിടഞ്ഞു, ഉടലോട് ഉടലിടഞ്ഞു, ഉടലോട് ഉടലിടഞ്ഞു, ഉടലോട് ഉടൽ ഇടഞ്ഞു, ഉടലോട് ഉടൽ ഇടഞ്ഞു, ഉടലോട് ഉടൽ ഇടഞ്ഞു, ഉടലോട് ഉടൽ ഇടഞ്ഞു, ഉടലോട് ഉടൽ ഇടഞ്ഞു. ഓക്കെ, ഒപ്പിച്ചു. പക്ഷേ അങ്ങനെ കറക്റ്റ് അല്ലെങ്കിലും ഉടലോടൊന്നില്ല, ഉടലോട് ഉടൽ ഇടഞ്ഞു, 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 ഇനിയാണ് നമുക്കൊന്ന് പോരാടി നോക്കാം.
ഉടലോട് ഉടലിടിഞ്ഞു ഉടലോട് ഉടലിടിഞ്ഞു ഉടലോട് ഉടലോട് ഉടലിടിഞ്ഞു ഇടഞ്ഞു ഉടലോട് ഉടൽ ഇടഞ്ഞു ഉടലോട് ഉടലിടിഞ്ഞു. എന്തായാലും കുറച്ച് പച്ച മലയാളവും കുറച്ച് പഴുത്ത മലയാളവും ഒക്കെ ആയിട്ട് സാർ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് വളരെ സന്തോഷം. ക്രീക്ക് പാസഞ്ചർ ട്രാൻസ്പോർട്ട് ദുബായിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനമാണ്. വാഹനാവശ്യങ്ങൾക്ക് സമീപിക്കാവുന്ന, ദുബായിൽ ഇല്ലാത്തവർക്ക് പോലും ദുബായിൽ വരുമ്പോൾ ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് നാട് ഇഷ്ടമാണ്. ഞങ്ങൾ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് നാട് പോലെ തന്നെയാണ് ദുബായ്. നിത്യവിശുദ്ധയായി കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവായ് സൊല്ലങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കൂടുതൽ കൂടുതൽ കാഴ്ചകളുമായി, കൗതുകങ്ങളുമായി, കേൾവിയുമായി മറുനാടും മലനാടും ഇനിയും തുടരും അടുത്ത ആഴ്ച. അതുവരെ താങ്ക്സ് ആൻഡ് ബൈ ഫ്രം ഐശ്വര്യ കൃഷ്ണൻ.